എൻ്റെ പേര് അജിതയാണ്. ഞാൻ ക്യാൻസർ രോഗിയാണ്. എൻ്റെ ബ്രസ്റ്റിനാണ് ക്യാൻസർ. ഒരു ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞ് അടുത്ത ബ്രസ്റ്റിലും കൂടെ അതിൻ്റെ ബാധിച്ചിരിക്കുന്നു. അതിന് ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നു. അതിനൊരു സാമ്പത്തികം എനിക്കില്ല. അതിന് 1-2-3 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. ഒരു മാസത്തിൽ 2 ഇഞ്ചക്ഷൻ വേണമെന്ന് പറഞ്ഞു. അത് ഒരെണ്ണത്തിന് 30,000 രൂപ വേണമെന്നാണ് പറയുന്നത്. അതെന്നെ കൊണ്ട് കൊടുക്കാൻ നിവർത്തിയില്ല. എനിക്ക് നല്ലൊരു വീടില്ല. എൻ്റെ വീട് കടബാധ്യതയിലാണ് ഇരിക്കുന്നത്. എൻ്റെ മോളൊരു തുച്ഛമായ വരുമാനം കൊണ്ടാണ് കഴിഞ്ഞത്. ഞങ്ങൾക്ക് ആശുപത്രി പോകുമ്പോഴും എനിക്ക് നിവർത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ കഴിയുന്നത്. എൻ്റെ അമ്മ ലോട്ട കച്ചവടത്തിന് പോയാണ് എൻ്റെ ജീവിതം നോക്കുന്നത്. എൻ്റെ ഭർത്താവ് കൂലിപ്പണിക്കാരനാണ്. വേറൊരു വരുമാനം ഞങ്ങൾക്കില്ല. എൻ്റെ അച്ഛൻ സുഖമില്ലാത്തതാണ്. അല്ലാതെ വേറൊരു വരുമാനം എനിക്കില്ല. എന്നെ സഹായിക്കണം. അസ്സലാമലൈക്കും. നമസ്കാരം. ഷെയ്ൻ കെ മൊയ്തീനാണ്. എന്റെ കൂടെ PMS സലാംബായി ഉണ്ട്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിപ്പുറം കല്ലുപാലം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അജിത ചേച്ചിയുടെ വീട്ടിലാണ്. ഈ ചേച്ചിക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ഒരു ചികിത്സക്ക് സഹായം അഭ്യർത്ഥിക്കുകയാണ്. ബ്രസ്റ്റിന് ക്യാൻസർ ആണ്. ഒരു ബ്രസ്റ്റ് നീക്കം ചെയ്തു. അടുത്തത് ഇപ്പോൾ അടുത്ത് തന്നെ നീക്കം ചെയ്യണം. ഒരുപാട് ചികിത്സകളുണ്ട്. തൊണ്ടക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ ഒരുപാട് ചികിത്സകൾ നടന്നുകൊണ്ടിരിക്കുന്നു. തീരെ നിവൃത്തിയില്ലാത്ത കുടുംബമാണ്. ഈ പ്രായമായ അച്ഛനും അമ്മയും ഒരു മകളുമാണ് ഉള്ളത്. മകള് ചെറിയൊരു ജോലിക്ക് പോയിട്ടും ഈ അമ്മ പോയിട്ട് ലോട്ടറി വിറ്റിട്ടാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. ഈ വീടിന്റെ അവസ്ഥ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. വീടെന്ന് പറയാനില്ല, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയൊരു കിടക്കാൻ മാത്രം ഉപകരിക്കുന്ന ഒരു ചെറിയൊരു കുടിലാണ്. ചോർന്നൊലിക്കുന്ന, മഴക്കാലത്തൊക്കെ ചോർന്നൊലിക്കുന്ന ഒരു വളരെ ദയനീയമായിട്ടൊരു അവസ്ഥയിലാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഒരുപാട് ചികിത്സക്ക് പണം ചിലവാകുന്നുണ്ട്. അപ്പോൾ കഴിയാവുന്നവരെല്ലാവരും ഈ പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കണം. അസ്സലാമു അലൈക്കും. വേറെ പ്രത്യേകിച്ച് എന്താ ഒന്ന് പറയാനുള്ള ഷെയ്ൻ പറഞ്ഞത്, വീടിന്റെ അവസ്ഥയാണ് ദയനീയം. മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പുറത്തു പോകില്ല. വീടിന്റെ അകത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ആ സഹോദരി ചികിത്സയ്ക്ക് പ്രായമായ മാതാവും പിതാവുമാണ്. മകളുടെ ചെറിയ തുച്ഛമായ 6,000-7,000 രൂപ ശമ്പളം കിട്ടുന്ന, തുണിക്കടയിൽ കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പം പറ്റാവുന്ന എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം. അദ്ദേഹത്തിന്റെ അച്ഛനാണെങ്കിൽ സുഖമില്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ പറ്റാവുന്ന സഹായം എല്ലാം ചെയ്യണം. പ്രത്യേകിച്ച് വീടിനൊന്നുമില്ല, ആ സഹോദരിയുടെ ചികിത്സയ്ക്കുമില്ല. വേറെ ഒന്നും പറയാനില്ല. എല്ലാവരും സഹായിക്കണം. അസ്സലാമു അലൈക്കും.